Hello everyone. 10th Chemistry, Chapter 1, Naming of Organic Compounds and Isomerism, Part 5-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നെയിമിംഗ് ആണ്. അപ്പൊ നമ്മൾ ഇതിനു മുന്നേ ഓൾറെഡി ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് എങ്ങനെയാണ് ഒരു ആൽക്കൈനിൽ വരുമ്പോൾ നെയിം ചെയ്യുക, അല്ലെങ്കിൽ ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ടോ ഇതിനിടയ്ക്ക് വന്നാൽ എങ്ങനെയാണ് നെയിം ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? അതായത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു ആൽക്കൈനിലേക്ക് ബ്രാഞ്ച് ആയിട്ടോ അതിനിടയ്ക്കോ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് കയറി വന്നാൽ എങ്ങനെയാണ് നെയിം ചെയ്യാന്നുള്ളതാണ്. ഈ പേരുകളൊക്കെ നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ കേൾക്കുന്നതായിരിക്കും, പക്ഷെ നമ്മുടെ ലൈഫിൽ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ കൈ ഇത് ചെയ്യുന്ന സാനിറ്റൈസർ ഉണ്ടല്ലോ, കോവിഡ് സമയത്തൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ സാനിറ്റൈസർ, അല്ലെങ്കിൽ നമ്മുടെ പെർഫ്യൂം, ഇതിനകത്ത് മെഡിസിൻ, ഇതിനകത്തൊക്കെ ഉള്ളതാണ് ഞാൻ ആദ്യം എഴുതിയേക്കുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ആൽക്കഹോൾ, ഓക്കെ, ആൽക്കഹോൾ ഇല്ലേ, നല്ല ഡ്രിങ്കിങ് ആൽക്കഹോൾ, അതൊക്കെ ഇതിനകത്ത് വരുന്ന. അതുപോലെ പെയിന്റിന് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇനി രണ്ടാമത്തെ ഇരിക്കുന്ന കാർബോക്സിൽ COH എന്ന് പറഞ്ഞാൽ അതും ഈ പറയുന്ന നമ്മൾ കഴിക്കുന്ന ലെമണിനകത്തുള്ള ആസിഡ് ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കുക്കിങ്ങിലും വിനാഗിരി, കുക്കിങ്ങിനും അതുപോലെ അച്ചാറിലും ഫുഡ് പ്രിസർവേഷനൊക്കെ യൂസ് ചെയ്യുന്ന ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഉള്ളതാണ് ഈ പറയുന്ന ആസിഡുകൾ, കാർബോക്സിൽ ഗ്രൂപ്പുകൾ. ഇനി മൂന്നാമത്തേലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് വന്നിരിക്കുന്ന ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, CHO, അതാണ് ഈ വാനില എസൻസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കേക്ക്സ്, ഐസ്ക്രീം, ചോക്ലേറ്റ്, പെർഫ്യൂംസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞാൽ പെർഫ്യൂംസിൽ സ്മെല്ല് കൊടുക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് കീറ്റോ ഗ്രൂപ്പ്. കീറ്റോ നമുക്കിപ്പോ പറയുവാണെങ്കിൽ ഈ ഇതുണ്ടല്ലോ, ഈ പൂജയ്ക്കും അതുപോലെ ആയുർവേദിക് മെഡിസിൻ, പെയിൻ, ബാമിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ മറ്റേ ഏതാണ് കീറ്റോ ഗ്രൂപ്പ്. അതിൽ തന്നെ ഈ ക്യാംഫർ ഉണ്ട്, ക്യാംഫർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് ഈ കീറ്റോണിന്റെ കോമ്പൗണ്ട് ആണ്. അതാണ് ഈ മറ്റേ ചന്ദന തിരി എന്നൊക്കെ നമ്മൾ പറയില്ലേ, കത്തിക്കില്ലേ. ഇനി അടുത്തതിലേക്ക് വന്ന ഹാലോ ഗ്രൂപ്പിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനമാണ് നിങ്ങൾക്ക് പരിചയമുള്ള PVC പൈപ്പ് ഉണ്ടല്ലോ, വാട്ടർ പൈപ്പ്, ഇലക്ട്രിക്കൽ വയറിന്റെ ഇൻസുലേഷൻ, അതുപോലെ പ്ലാസ്റ്റിക് ഐറ്റംസിലൊക്കെ ഉപയോഗിക്കുന്നത്, അതൊക്കെ ഈ ഹാലോ ഗ്രൂപ്പിൽ വിടുന്ന കോമ്പൗണ്ട് ആണ്. അതുപോലെ ഈഥർ, ലബോറട്ടറീസിലും നേരത്തേക്ക് ഈ സർജറിയുടെ സമയത്തൊക്കെ അനസ്തെറ്റിക് ആയിട്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ സിംഗിൾ ഡേ ലൈഫിൽ നമ്മൾ അറിയാണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഓർഗാനിക് കോമ്പൗണ്ട്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇവരുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഒന്നും അല്ല, അതൊക്കെ സെക്കൻഡ് ചാപ്റ്ററിലാണ് അതിന്റെ ഡിസ്കഷൻ വരുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ നെയിമിംഗ് ആണ്. അപ്പൊ സ്റ്റാർട്ടിങ് വിത്ത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കേട്ടോ. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് ഹെഡിങ് കൊടുത്തോ. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുകളെ കുറിച്ചാണ്, അതിന്റെ നെയിമിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്നാൽ എങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യുക? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അപ്പൊ ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് എഴുതിയപ്പോ തന്നെ ഞാൻ അതിന്റെ കൂടെ ഒരു ബ്രാക്കറ്റിൽ ഒരു സാധനം കൊടുത്തിട്ടില്ലേ, അതെന്തായാലും പഠിക്കണം കേട്ടോ. OH വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ ഇവരുടെ സ്ട്രക്ചർ വരയ്ക്കാനായിട്ട് പോകുന്നത്. അതായത് എന്താ ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് ബ്രാഞ്ച് ആയിട്ട് വന്നു എന്ന് പറഞ്ഞില്ലേ, ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് അല്ല ബ്രാഞ്ച് ആയിട്ട് വരുന്നത്, ഇവിടെ OH ആണ് ബ്രാഞ്ച് ആയിട്ട് വരുന്നത്. അതാണ് വ്യത്യാസം. ഒരു OH കയറി വരുമ്പോഴേക്കും അവന്റെ നേച്ചർ കംപ്ലീറ്റ് മാറുകയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മീഥെയിൻ ഫ്യൂവലാണ്. ഇതിനകത്തേക്ക് ഈ ഒരു OH കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം മെത്തനോളാണ്, സാധനം അപ്പടി മാറി, ആൽക്കഹോളായി മാറി. അതാണ് വ്യത്യാസം കേട്ടോ. അപ്പൊ ഇവിടെ ഹൈഡ്രോക്സിലേക്ക് വരുമ്പോൾ എന്താണ് ആദ്യം എഴുതേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ അതാണ്. എന്താണ് ഇവിടെ OH ഗ്രൂപ്പ്, അതായത് ഒരു ആൽക്കൈനിൽ നിന്ന് OH ഗ്രൂപ്പ് റിമൂവ് ചെയ്ത, ഹൈഡ്രജനെ റിമൂവ് ചെയ്തിട്ട് അതിനകത്ത് ആര് വരും? OH ബ്രാഞ്ച് ആയിട്ട് വരും കേട്ടോ. ബ്രാഞ്ച് ആയിട്ടാണ് നോർമലി ഇത് വരിക കേട്ടോ, OH. ഓക്കെ, അപ്പോ റീപ്ലേസിങ് ഹൈഡ്രജൻ ഫ്രം ആൽക്കെയിൻ. ഒരു ആൽക്കെയിനിൽ നിന്ന് ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് ആര് ബ്രാഞ്ച് ആയിട്ട് വരും? OH ഗ്രൂപ്പ്. അതിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് മനസ്സിലാവണ പോലെ എഴുതിയ കേട്ടോ, മലയാളത്തിലാണെങ്കിൽ മലയാളം എഴുതിയാൽ മതി കേട്ടോ. വിത്ത് ആൻ OH ഗ്രൂപ്പ്, അത് നെയിമിങ് കൊടുക്കുമ്പോൾ അത് ക്ലാരിറ്റി വന്നോളൂ കേട്ടോ. OH എന്ന് എഴുതുമ്പോൾ ഒരു വര ഇട്ടേക്ക്, കാരണം ഇവരെ കൊണ്ട് വെക്കാനുള്ളതാണല്ലോ OH ഗ്രൂപ്പ്. അപ്പൊ ഒരു ഫ്രീ ബോണ്ട് അതിനകത്ത് കാണിച്ചേക്കണം കേട്ടോ. OH ഗ്രൂപ്പാണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? ബ്രാഞ്ച് ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ ഇനി അവന്റെ നെയിമിങ്ങോടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇവന്റെ നെയിമിങ് നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ഒരു ആൽക്കെയിൻ ആയിരിക്കുമല്ലോ, ഇത് ആൽക്കെയിൻ ആയിരിക്കും, അതിനകത്തേക്കാണല്ലോ വരുന്നത്. അപ്പൊ ഈ ആൽക്കെയിനിൽ എഴുതൂല നമ്മൾ കേട്ടോ. ആൽക്കെയിനിൽ എന്തെഴുതൂല? നമ്മൾ എഴുതൂല. അപ്പൊ ആൽക്കെയിൻ നെയിം വിത്തൗട്ട് എഴുതാൻ പാടില്ല കേട്ടാ, വിത്തൗട്ട് ഈ ലെറ്റർ എഴുതൂല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മീഥെയിൻ ആണെങ്കിൽ മീഥൻ, പ്രൊപ്പൈൻ ആണെങ്കിൽ പ്രൊപ്പാൻ കേട്ടോ.
അങ്ങനെ എഴുതും. എന്നിട്ട് ഒരു വരയിടും. നമ്മൾ നേരത്തെ ഡബിൾ ബോണ്ടി കണ്ടില്ലേ, അതുപോലെ ഒരു വരയിട്ടിട്ട് നമ്മൾ അതിന്റെ പൊസിഷൻ നമ്പർ കൊടുക്കും. ലോവസ്റ്റ് പൊസിഷൻ നമ്പർ, ആ ബ്രാഞ്ച് വന്നിട്ടുള്ള പൊസിഷൻ. ഏത് ബ്രാഞ്ചിൽ അതായത് എഴുതുമ്പോൾ മനസ്സിലായിക്കോട്ടോ. ലോവസ്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ഒ എച്ച് ഗ്രൂപ്പ്. തൽക്കാലം എഴുതി വെച്ചാൽ മതി, നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ലോവസ്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ഒ എച്ച് ഗ്രൂപ്പ്. ഒ എച്ച് ഗ്രൂപ്പ് എവിടെയാ വന്നേക്കുന്നത് നോക്കും. നമ്മൾ നേരത്തെ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഒക്കെ കണ്ടില്ലേ, അതുപോലെ ഒ എച്ച് ഗ്രൂപ്പ് എവിടെയാ വന്നേക്കുന്നത് നോക്കുക. അതിന്റെ ചെറിയ പൊസിഷൻ നോക്കണം കേട്ടോ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകണം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകണം, അതിന്റെ ചെറിയ പൊസിഷൻ പോകണം. ചെറിയ പൊസിഷൻ വേണം നമ്മൾ എടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ലാസ്റ്റ് ഒരു ഓയിലും ചേർക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ഒരു എക്സാമ്പിൾ പറയണേ? മേത്താൻ പൊസിഷൻ നമ്പർ 2 ഓൾ, മേത്താൻ 2 ഓൾ, പ്രൊപ്പാൻ 1 ഓൾ. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇവരുടെ നെയിം പറയാം കേട്ടോ. അപ്പൊ ആൽക്കഹോൾ എന്നുള്ള ആ ഒരു പേരും കൂടെ ഇതിനുണ്ട്. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഒ എച്ച് വന്നാൽ ഈ കോമ്പൗണ്ടിനെ വിളിക്കുന്ന ആൽക്കഹോൾ എന്നാണ്, ഈ ഒ എച്ചിനെ വിളിക്കുന്നതാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന്. ഓക്കെ, അതും വേണമെങ്കിൽ എഴുതിക്കോട്ടോ. ഒ എച്ച് ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ട്സിനെ ആൽക്കഹോൾ, നിങ്ങൾക്ക് തിരിയണ പോലെ എഴുതിയാൽ മതി. ഒ എച്ച് ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ട്സ് ആണ് ആൽക്കഹോൾ. ഇനി നമുക്ക് ഇതിന്റെ നെയിമിങ് എങ്ങനെയാ നോക്കാം. കോമ്പൗണ്ട്സ് ആണ് ആൽക്കഹോൾ. ഓക്കെ, നമുക്കൊരു ആക്ടിവിറ്റി ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ നെയിമിങ് എങ്ങനെയാ വരുന്നത് നോക്കാം. ദാ 3 ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. 3 അല്ല, 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 4 ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ഇവരുടെ നെയിമിങ് എങ്ങനെയാന്നുള്ളത് നല്ല സൂപ്പർ ആയിട്ട് പഠിക്കാം കേട്ടോട്ടാ. ഫസ്റ്റ് വണ്ണിലേക്ക് വരാം. അപ്പൊ ആദ്യം എന്താ ചെയ്യണ്ടേ? നമ്മൾ നോർമലി ചെയ്യാറുള്ളത് പോലെ തന്നെ കാർബണിന് എത്ര കാർബൺ ഉണ്ടെന്ന് എണ്ണി നോക്കാം. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ അല്ലേ ഉള്ളൂ, ഒരു കാർബൺ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ പേര് വരുമ്പോ മെത്ത് എന്നാണ് വരിക. മെത്ത്. ഒരു കാർബൺ ഉള്ളതുകൊണ്ട് നമ്മൾ നെയിം എഴുതുമ്പോ മെത്ത് എന്ന് എഴുതും. മെത്ത്. ഇനി ഒരു ഹൈഫൻ ഇടും, കാരണം ആൽക്കഹോൾ ആണ്, അതുകൊണ്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് ഒ എച്ച് വന്നിട്ടുള്ളത് എവിടെയാണെന്ന് നോക്കും. ഒ എച്ച് വന്നിട്ടുള്ളത് എവിടെയാ? സ്ട്രെയിറ്റ് ചെയിനിൽ തന്നെയാണ്. അപ്പൊ ഇതിൽ ബ്രാഞ്ച് ആയിട്ടും വരാം, സ്ട്രെയിറ്റ് ചെയിനിൽ നേരെയും വരാം കേട്ടോ. ലാസ്റ്റും എഴുതാവേ, അങ്ങനെ വരാറുണ്ട് കേട്ടോ. ലാസ്റ്റും വരാം, ബ്രാഞ്ച് ആയിട്ടും വരാം. എന്നിട്ട് ആ മെത്തിന്റെ അടുത്ത് എന്ത് ചെയ്യാം, സോറി മെത്ത് എന്നല്ല, മീഥൻ. മീഥൻ നമ്മൾ ഈ എഴുതൂല എന്നല്ല പറഞ്ഞത്, വേർഡ് റൂട്ട് അല്ല കേട്ടോ, ശ്രദ്ധിച്ചോളേ. ഇവിടെ വേർഡ് റൂട്ട് അല്ല, മീഥൻ എന്നാണ് എഴുതുക. ഈ എഴുതൂല, മീഥൻ എന്ന് എഴുതും. എന്നിട്ടൊരു ഹൈഫൻ ഇടും, മീഥാൻ ഒരു ഹൈഫൻ ഇടും. എന്നിട്ട് ഒ എച്ച് വന്നേക്കുന്ന ഒന്നാമത്തെ കാർബണിൽ തന്നെയല്ലേ, അതുകൊണ്ട് ഒന്നെന്ന് എഴുതാം കേട്ടോ. ചിലതിൽ മാറ്റം വരും, ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാർബണിൽ തന്നെയാണ്. അപ്പൊ ഇതിന്റെ പേരെന്താ? മീഥാൻ 1 ഓൾ. ഓയിൽ ചേർക്കും. ഇല്ലെങ്കിൽ ഇതിനെ എന്തെന്നും വിളിക്കാം, ഫസ്റ്റ് പൊസിഷൻ ആയതുകൊണ്ട് മെത്തനോൾ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, മെത്തനോൾ. ഇനി അടുത്തേക്ക് വരാം. നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. രണ്ടാമത്തെ നമുക്ക് തെറ്റാൻ ചാൻസ് ഉള്ളതാണ്, കാരണം നമ്മൾ കാർബണിന്റെ പൊസിഷൻ നമ്പർ കൊടുക്കുമ്പോ ഇവിടെ 1 1 2 ഇവിടെ നോക്കുമ്പോ രണ്ടാമത്തെ പൊസിഷനിലാണ് ഒ എച്ച്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് തിരിച്ചും നോക്കണം, വളരെ ശ്രദ്ധിച്ചോളണം കേട്ടാ. അങ്ങോട്ട് മാത്രം നോക്കിയാൽ പോരാ, തിരിച്ചു നോക്കിക്കോളണം. അപ്പൊ തിരിച്ചു നോക്കുമ്പോ എത്രയാണ്? 1 2. അപ്പൊ എത്രാമത്തെ പൊസിഷനിലാണ്? ഒന്നാമത്തെ പൊസിഷനിലാണ്. അപ്പൊ ശ്രദ്ധിച്ചോളണം കേട്ടാ, രണ്ട് സൈഡിലും നോക്കണം, രണ്ട് സൈഡിലും നോക്കണം. എന്നിട്ട് വേണം അതിൽ ലോവസ്റ്റ് എടുക്കാൻ, ലോവസ്റ്റ് പൊസിഷൻ എടുക്കണം കേട്ടാ. രണ്ട് സൈഡിലും നോക്കിയിട്ട് വേണം ലോവസ്റ്റ് പൊസിഷൻ ചൂസ് ചെയ്യാനായിട്ട് കേട്ടാ. അപ്പൊ ഇവിടെ രണ്ടാമത്തെ പൊസിഷനാണ്. എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. ഒന്ന് തന്നെ ഒന്ന് പറഞ്ഞു നോക്കി. 2 കാർബൺ വരുമ്പോൾ നമ്മൾ എന്താ പറയാ? എത്ത്. എത്ത് എന്ന് പറയും. ഒന്നാമത്തെ എത്താൻ, ഏഥാൻ, ഏഥാൻ എന്ന് പറയും. ഒന്നാമത്തെ പൊസിഷനിലാണ്, അതുകൊണ്ട് ഈഥാൻ 1 ഓൾ എന്ന് പറയും. ഈഥാൻ 1 ഓളിനെ എഥനോൾ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ വളരെ സിമ്പിൾ ആണ് നെയിമിങ്, മാർക്ക് കളയരുതട്ടാ. ഇനി മൂന്നാമത്തെ വരുമ്പോ എന്ത് വരും? മൂന്നാമത്തേലേക്ക് വരുമ്പോ ഇവിടെ ശ്രദ്ധിച്ചോ, മൂന്നാമത്തെ നമ്പർ കൊടുക്കുമ്പോ എങ്ങനെ വരും? 1 2 3. 3 കാർബൺ അല്ലെ? ഇങ്ങോട്ട് പോകുമ്പോഴും 1 2 3. അപ്പൊ നമുക്കിത് പ്രൊപ്പാൻ എന്നാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായി. പ്രൊപ്പാൻ. ഇനി ഒന്ന് നോക്കി, ഇനി ഇവിടെ ഒന്നാമത്തെ പൊസിഷനിലല്ലേ, കാരണം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ മൂന്നാമത്തെ പൊസിഷനിലാണ്. പക്ഷെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ പൊസിഷനാണ്. അതുകൊണ്ട് പ്രൊപ്പാൻ 1 ഓൾ. പ്രൊപ്പാൻ 1 ഓളിനെ പ്രൊപ്പനോൾ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് വണ്ണിലേക്ക് വരാം. നാലാമത്തെ ഡി. ഡി എന്നോ 4 എന്ന് എഴുതിക്കോ. നാലാമത്തേൽ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നാലാമത്തേൽ ഇവിടെ ബ്രാഞ്ച് ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, ബ്രാഞ്ച് ആയിട്ട് കാണിച്ചേക്കുന്നതുകൊണ്ട് ഇവിടെ 1 2
3, തിരിച്ചങ്ങോട്ട് പോകുമ്പോ 1 2 3, അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും രണ്ടാമത്തെ പൊസിഷനിലല്ലേ. അപ്പൊ എന്ത് വരും? പ്രൊപ്പാൻ 2 ഓൾ. ഓക്കെ, അപ്പൊ ഇത്രയാണ് OH ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമുള്ളൂ. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി അവിടെ എഴുതേണ്ടത് ഒരു കാര്യം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എഴുതണം. OH ലാസ്റ്റും വരാം ബ്രാഞ്ച് ആയിട്ടും വരാം എന്നുള്ള കാര്യം അവിടെ എഴുതി വെക്കുക കേട്ടോ. OH ഗ്രൂപ്പ് ലാസ്റ്റ് വരാം, കോമ്പൗണ്ടിന്റെ ലാസ്റ്റ് വരാം, അല്ലെങ്കിൽ എങ്ങനെ വരാം? ബ്രാഞ്ച് ആയിട്ടും വരാം, ബ്രാഞ്ച് ആയിട്ട് വരാം. ഓക്കെ, അതോടൊപ്പം തന്നെ ലോവസ്റ്റ് പൊസിഷൻ എന്നുള്ള ഇമ്പോർട്ടന്റ് ആണ്, വിട്ടുപോരുത് കേട്ടാ. ലോവസ്റ്റ് പൊസിഷൻ വേണം, അതും നോട്ട് ചെയ്ത് വെച്ച്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകാൻ പാടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കോമ്പൗണ്ടിലേക്ക് വരാം. ഓക്കെ, ഏതായിരുന്നു സെക്കൻഡ് കോമ്പൗണ്ട്? നമ്മൾ ഇവിടെ എഴുതിയായിരുന്നല്ലോ സെക്കൻഡ് കോമ്പൗണ്ട്. I will show you. അപ്പൊ ഇപ്പൊ നമ്മൾ കഴിഞ്ഞത് ഹൈഡ്രോക്സിലാണ്. സെക്കൻഡ് കോമ്പൗണ്ട് ആരാണ്? കാർബോക്സിൽ ഗ്രൂപ്പ് കേട്ടോ. നമുക്ക് ഇനി കാർബോക്സിൽ ഗ്രൂപ്പിൽ എന്താ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആസിഡുകൾ കേട്ടോ. ആസിഡുകളൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അസിറ്റിക് ആസിഡ്, അതുപോലെ നമ്മളിപ്പോ വിനാഗിരിയിൽ ഉള്ള ആസിഡ് ഒക്കെ പറഞ്ഞില്ലേ, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ് കേട്ടോ, കാർബോക്സിൽ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ എന്താണ് കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? കാർബോക്സിൽ ഗ്രൂപ്പിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ലെമണും വിനാഗിരിയൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. സിട്രിക് ആസിഡ് ഞാൻ വിട്ടുപോയി കേട്ടോ. വിനാഗിരിയിൽ അസിറ്റിക് ആസിഡ് തന്നെയാണ്, ലെമണിലുള്ളതാണ് സിട്രിക് ആസിഡ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് ഒരു കെമിക്കൽ ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണെന്ത്? കാർബോക്സിൽ ഗ്രൂപ്പ്. അപ്പൊ COOH എന്ന് എഴുതുന്ന ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്നത് കാർബോക്സിൽ ഗ്രൂപ്പ് എന്നാണ് കേട്ടോ. കാർബോക്സിൽ ഗ്രൂപ്പ് അപ്പൊ നിങ്ങൾ എഴുതുമ്പോ ആദ്യം കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് ഹെഡിങ് കൊടുക്കുക. കാർബോക്സിൽ ഗ്രൂപ്പ്. എന്താ കാർബോക്സിൽ ഗ്രൂപ്പിന്റെ പ്രത്യേകത? അതില് COOH എന്നാണ് വരിക അല്ലെ, COOH. അപ്പൊ ഈ വരുന്ന ആ ഒരു ഗ്രൂപ്പ് നിങ്ങൾ ഓർത്തിരുന്നോളൂ കേട്ടോ. ഈ COOH വരുന്ന ഗ്രൂപ്പിനെ വിളിക്കുന്നതാണ് എന്തെന്ന്? ഗ്രൂപ്പിനെ കാർബോക്സിൽ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ നോട്ട് ചെയ്തോ. COH ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണെന്ത്? കാർബോക്സിൽ ഗ്രൂപ്പ്. ഈ COH വരുന്ന മറ്റേ കോമ്പൗണ്ടിനെ വിളിക്കുന്നത് കാർബോക്സിലിക് ആസിഡ് എന്നാണ് കേട്ടോ. കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് കാർബോക്സിലിക് ആസിഡ്. കോമ്പൗണ്ട്സിനെ കാർബോക്സിലിക് ആസിഡ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഗ്രൂപ്പ് വരുന്നത് ലാസ്റ്റ് ആയിരിക്കും കേട്ടോ. ഗ്രൂപ്പ് വരുന്നത് ലാസ്റ്റ് മാത്രമായിരിക്കും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതിന്റെ നെയിം പഠിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. ഗ്രൂപ്പ് വരുന്നത് ലാസ്റ്റ് ആയിരിക്കും. ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതണേ കേട്ടാ. ഗ്രൂപ്പ് വരുന്നത് ലാസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പൊസിഷൻ നമ്പറിന്റെ ആവശ്യമില്ല. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളാം. പൊസിഷൻ നമ്പർ നോട്ട് നീഡഡ്, അല്ലെങ്കിൽ ആവശ്യമില്ല എന്ന് മലയാളത്തിൽ നിങ്ങൾക്ക് തിരിയണ പോലെ എഴുതിയുള്ളൂ. പൊസിഷൻ നമ്പർ നോട്ട് നീഡഡ്. നമുക്ക് കുറച്ച് ആക്ടിവിറ്റി ചെയ്തിട്ട് എങ്ങനെയാണ് കാർബോക്സിലിക് ആസിഡിന്റെ നെയിം ചെയ്യുന്നത് നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം കൂടി നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ഈ ഒന്നല്ല ഈ COH ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇതിനെ വേറൊരു രീതിക്ക് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. എങ്ങനെയാണെന്നറിയോ? അതായത് ഒരു കാർബൺ ഇങ്ങനെ വരയ്ക്കും, എന്നിട്ട് അതിനകത്തേക്ക് ഒരു ഓക്സിജനെ കൊടുക്കും. ഓക്സിജൻ ഡബിൾ ബോണ്ട് ആണല്ലോ, ഒരു ഓക്സിജന് ഡബിൾ ബോണ്ട് വേണം. ഒരു ഓക്സിജൻ ആണെങ്കിൽ ഡബിൾ ബോണ്ട് കൊടുക്കും, എന്നിട്ട് അതിനകത്തേക്ക് ഒരു OH കൊടുക്കും. ഇത് രണ്ടും ഒരേ മീനിങ് ആണ്. നിങ്ങൾ എങ്ങനെ കണ്ടാലും മാറിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. COH എന്ന് എഴുതുന്നതും ഇങ്ങനെ എഴുതുന്നതും ഒരുപോലെ തന്നെയാണ്. ഇവിടെ നോക്കി, ഓക്സിജന് 2 ബോണ്ട് വേണം, അവൻ കാർബൺ ആയിട്ട്. ഇവിടെ OH ആണ്, നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ. ഓക്കെ, OH ഗ്രൂപ്പ് കൂടെ അതിനകത്ത് കയറുക, നേരത്തെ പഠിച്ച OH ഗ്രൂപ്പും കൂടെ. അപ്പൊ ഇവരെല്ലാവരും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? COH ഗ്രൂപ്പ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ഇങ്ങനെ വന്നാലും നമുക്ക് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാ ഒരു ആക്ടിവിറ്റി ചെയ്യാം. ആക്ടിവിറ്റി 18. ഇനി അതിന്റെ നെയിമിംഗ് പറഞ്ഞല്ലോ അല്ലെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ നെയിമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാർബൺ എണ്ണുക. കാർബൺ എണ്ണിയിട്ട് അതിന്റെ നെയിം എഴുതുക. നെയിം ഓഫ് ആൽക്കെയിൻ വിത്തൗട്ട് ഇ. നെയിം ഓഫ് ആൽക്കെയിൻ വിത്തൗട്ട് ഇ.
ഈ എഴുതരുത് കേട്ടാ. വിത്തൗട്ട് ഇ എന്ന ലെറ്റർ ഇല്ലാണ്ട് ആൽക്കൈന്റെ പേര് എഴുതുക. എന്നിട്ട് അതിനകത്തേക്ക് ഓയിക് ആസിഡ് എന്ന് ചേർക്കുക. ഓയിക് ആസിഡ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മീഥൈൻ ആണെങ്കിൽ മെത്തനോയിക് ആസിഡ്, പ്രൊപ്പൈൻ ആണെങ്കിൽ പ്രൊപ്പനോയിക് ആസിഡ് എന്ന് ചേർക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതിന്റെ നെയിം എങ്ങനെയായിരിക്കും നമ്മൾ കൊടുക്കാം? ആദ്യം തന്നെ നമ്മൾ കാർബണിനെ എണ്ണണം അല്ലെ. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഇതാ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ അല്ലെ, ഇവിടെ ഒരു കാർബൺ 1 അല്ലെ, 2, 2 കാർബൺ അല്ലേ ഇവിടെ ഉള്ളത്. 2 കാർബൺ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിനെ എന്തെന്ന് പറയാം? എത്ത് അല്ലെ. എത്ത് എന്ന് പറയാലോ. എത്ത് എന്ന് പറയാം. എത്തായി. ഇനി എന്താ? എഥാൻ. എഥാൻ. ഈ ഏൻ വിട്ടുപോരുത് കേട്ടോ. നമ്മൾ നേരത്തെ വേർഡ് റൂട്ട് മാത്രം എടുത്തുകൊണ്ട് ചിലപ്പോൾ അറിയാണ്ട് എത്തെന്ന് വരും. എത്തെന്നല്ല, എഥാൻ. ഈ എഴുതാൻ പാടില്ലാത്തേ ഉള്ളൂ, ബാക്കിയെല്ലാം അങ്ങനെ തന്നെ എഴുതണം. ഈഥാൻ വരും. ഇനി അതിനകത്തേക്ക് എന്ത് ചേർത്താൽ മതി? വേറെ ബ്രാഞ്ച് ഒന്നുമില്ല, ജസ്റ്റ് ഓയിക് ആസിഡ് എന്ന് ചേർത്താൽ മതി. എത്തനോയിക് ആസിഡ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ COH വരുന്ന ഒരു കാർബൺ ഉണ്ട്, അതിനെ എണ്ണണം എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് നോക്കേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട കാര്യം ഇവിടെ ഇല്ല, കാരണം ഇവിടെ പൊസിഷൻ നമ്പർ നമുക്ക് ആവശ്യമില്ലല്ലോ. ജസ്റ്റ് കാർബൺ കൗണ്ട് ചെയ്യുക, പേര് കൊടുക്കുക, ഓയിക് ആസിഡ് എന്ന് ചേർക്കുക, അത്രയുള്ള പരിപാടിയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ ആണ്. കാർബോക്സിലിക് ആസിഡ് ഒക്കെ ചോദിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് മാർക്ക് കളയരുതേ. എത്തൻ ഓയിക് ആസിഡ് എന്നാണ് ഇവരുടെ പേര് വരാ കേട്ടോ. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണ്ട, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തോളാം കേട്ടോ. COH വരുന്ന കാർബണിനെ എണ്ണണം എന്നുള്ള കാര്യം അവിടെ നോട്ട് ചെയ്തോ. COH കാർബണും കൗണ്ട് ചെയ്യണം. ഇതൊക്കെ എഴുതിക്കൊള്ളാം. കൃത്യമായി എഴുതിയില്ലെങ്കിൽ നമുക്ക് ഇതിനകത്തൊക്കെ മിസ്റ്റേക്ക് വരും. കാർബൺ കൗണ്ട് ചെയ്യണം. നമുക്ക് അടുത്ത് നോക്കാം. നെക്സ്റ്റ് വൺ. ഇനി നമുക്കൊരു 4 എണ്ണമാണ് ചെയ്യാനുള്ളത്. ഈ 4 എണ്ണം ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ഫുൾ ഐഡിയ ഉണ്ടാവും. ഓക്കെ, ഇത് ആക്ടിവിറ്റി വരുന്ന ആക്ടിവിറ്റി 19 ആണ് കേട്ടോ. നമ്മുടെ 19ാമത്തെ ആക്ടിവിറ്റി ആണ്. ആക്ടിവിറ്റി 19. അപ്പൊ എന്ത് ചെയ്യാനാ ഞാൻ പറഞ്ഞേക്കണേ? കാർബോക്സിലിക് ആസിഡ് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ജസ്റ്റ് അതിലെ കാർബൺ അങ്ങ് കൗണ്ട് ചെയ്യുക, ഓയിക് ആസിഡ് എന്ന് ചേർക്കുക. ഇതിൽ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ. COHലെ കാർബണിനെ എണ്ണണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരു കാർബൺ ഉള്ളതുകൊണ്ട് ഇവന്റെ പേരെന്താ? മെത്തനോയിക് ആസിഡ്. മെത്തനോയിക് ആസിഡ്. ഇവിടെ വരുമ്പോ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ അല്ലെ. 2 കാർബൺ വരുമ്പോ എന്തായിരിക്കും പേര്? എത്ത്. നേരത്തെ നമ്മൾ ചെയ്താ, നേരത്തെ നമ്മൾ ഇത് ഇവിടെ ചെയ്തില്ലേ, നമ്മൾ മുകളിൽ ചെയ്തില്ലേ, ഈ സാധനം തന്നെ ഇത് കേട്ടോ. തിരിച്ച് നേരെ എഴുതിയേക്കണമെന്നുള്ളൂ. അപ്പൊ എന്ത് വരും? എത്തനോയിക് ആസിഡ് തന്നെ. എത്തനോയിക് ആസിഡ്. ഇനി പ്രൊപ്പനോയിക് ആസിഡിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞല്ലോ. എങ്ങനെയായിരിക്കും? CH3 അല്ലെ, ഒരു CH2, പിന്നെ ആരാ? COOH. ആദ്യം CH3 എന്ന് എഴുതിക്കോ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അതിൽ നിന്ന് ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ആര് വരും? COH ഗ്രൂപ്പ് വരും കേട്ടോ. അതൊക്കെ വേണേ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ആൽക്കൈനിൽ നിന്ന് ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ടാണ് COH ഗ്രൂപ്പ് വരുന്നത്. ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് എങ്കിൽ എഴുതണ്ട. ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് ആര് വരും? COOH ഗ്രൂപ്പ് വരും. എല്ലാത്തിലും അങ്ങനെയാണ് കേട്ടോ. ഇനി അടുത്തേക്ക് വരാം. 1, 2, 3, 4 അല്ലെ. 4 നല്ലുള്ള. അപ്പൊ എന്ത് വരും? ബ്യൂട്ടനോയിക് ആസിഡ്. ബ്യൂട്ടനോയിക് ആസിഡ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കാർബോക്സിൽ ഗ്രൂപ്പുകൾ വരുമ്പോ പേര് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മൂന്നാമത്തേലേക്ക് കിടക്കാം. ഏതാണ് ഇതിന്റെ മൂന്നാമത്തെ നോക്കി? ഇതിന്റെ മൂന്നാമത്താണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ആൽഡിഹൈഡ്. അടുത്ത ഹെഡിങ് കൊടുത്തോളൂ. ആൽഡിഹൈഡ് ഗ്രൂപ്പ് CHO എന്ന് കൊടുത്തോട്ടാ. ആൽഡിഹൈഡ് ഗ്രൂപ്പ് CHO. തേർഡ് വൺ. ആൽഡിഹൈഡ് ഗ്രൂപ്പ് CHO. അപ്പൊ ആദ്യത്തെ പോയിന്റ് ആയിട്ട് എന്ത് എഴുതുക? ആദ്യത്തെ പോയിന്റ് ആയിട്ട് എഴുതുക, ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? CHO ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ്. CHO ഗ്രൂപ്പിനെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്.
അപ്പൊ എവിടെയെങ്കിലും സി എച്ച് ഒനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത് എന്ത് ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറഞ്ഞോളാം? ഇറ്റ് ഈസ് ആൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞോളാം. ഓക്കെ, ഇനി ഒരു കാര്യം വരേണ്ടത്, ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ സി എച്ച് ഒ അല്ലേ, സി എച്ച് ഒ, ഇതിനി എങ്ങനെയാണെന്ന് അറിയാം, ഇതിന്റെ ഒരു സ്ട്രക്ചർ വേറൊരു രീതിക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഈ സി എച്ച് ഒനെ തന്നെ അത് വേറൊരു രീതിക്ക് നമ്മൾ ഓർന്ന് എഴുതിയാൽ മതി. ഓർ സി ഡബിൾ ബോണ്ട് ഓന്ന് എഴുതും. ഓക്സിജന് വേണ്ടതാണല്ലോ. സി ഡബിൾ ബോണ്ട് ഒ, എന്നിട്ട് ഒരു എച്ചും കാണിക്കും, സി എച്ച് ഒ, എന്നിട്ട് ഇവിടെ ഒരു വരയിട്ടേക്കും. ഇത് തന്നെ ഇത് കേട്ടോ, ഇതിന്റെ വേറൊരു റെപ്രസെന്റേഷൻ ഇത്. അപ്പൊ ഇങ്ങനെ കണ്ടാലും സി എച്ച് ഒ തന്നെയാണെന്ന് മനസ്സിലായിക്കോളാം. നോക്കി, ഓക്സിജന് 2 ബോണ്ടല്ലേ വേണ്ട, ഡബിൾ ബോണ്ട് വേണ്ട കോമ്പൗണ്ട് അല്ലേ, ഡബിൾ ബോണ്ട് വേണ്ട ആറ്റം ആണല്ലോ ഓക്സിജൻ. ഓക്സിജൻ ആറ്റത്തിന് ഡബിൾ ബോണ്ട് വേണം. ഇപ്പുറത്തോ ഹൈഡ്രജൻ, ഹൈഡ്രജന് സിംഗിൾ ബോണ്ട്, അപ്പൊ സി എച്ച് ഒ എന്ന് വരും. ഇനി ഇവന്റെ പേര് കൊടുക്കണം എങ്ങനെയാ അറിയാം. അപ്പൊ ഇതിൽ എന്താ സംഭവിക്കുന്നറിയോ, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ആര് കയറി വരും? ആൽക്കൈനിൽ നിന്ന് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് സി എച്ച് ഒ ഗ്രൂപ്പ് വരും കേട്ടോ. ആൽക്കൈനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് അതിൽ ആര് കയറി വരും? സി എച്ച് ഒ വരും. ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത്, ഇതൊക്കെ കോൺസെപ്റ്റ് ആണ്, എഴുതി വെച്ചോളാം. ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് ആര് കയറി വരും? സി എച്ച് ഒ ഗ്രൂപ്പ് കയറി വരും. സി എച്ച് ഒ ഗ്രൂപ്പ് വരുന്നു. ഇനി ഇവന്റെ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ സി എച്ച് ഒ ഗ്രൂപ്പ് എവിടെയാണ് വരുന്നത്, അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ശരിക്കും മനസ്സിലായിക്കൊള്ളാം. ഈ സി എച്ച് ഒ ഗ്രൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് മാത്രമാണ് വരുള്ളൂ, അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. സി എച്ച് ഒ ഗ്രൂപ്പ് ലാസ്റ്റ് ആണ് വരിക, ലാസ്റ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ എന്തില്ല, ഇവിടെയും നമ്മൾ സെക്കൻഡ് COH ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ പൊസിഷൻ നമ്പർ ആവശ്യമില്ല. പൊസിഷൻ നമ്പർ ആവശ്യമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് തിരിയണ പോലെ പോയിന്റ് ആയിട്ട് കുറിച്ച് വെച്ചോളാം കേട്ടോ. ഇവിടെയും പൊസിഷൻ നമ്പർ ആവശ്യമില്ല. അപ്പൊ പിന്നെ ഇവിടെ എങ്ങനെയാ നമ്മൾ നെയിം കൊടുക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൽക്കെയിനിന്റെ പേര് നമ്മൾ ആദ്യം എഴുതും. ആൽക്കെയിൻ വിത്തൗട്ട് ഇ ഇല്ലാണ്ട് ആൽക്കെയിനിന്റെ പേര് എഴുതും. എന്താ, അതിലേക്ക് AL ചേർക്കും. ഫോർ എക്സാമ്പിൾ മീഥനാൽ, പ്രൊപ്പനാൽ, ബ്യൂട്ടനാൽ, പെന്റനാൽ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവർക്ക് പേര് കൊടുക്കുക. നമുക്കൊരു ആക്ടിവിറ്റി ചെയ്തിട്ട് ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഇവിടെ ഒരു CHO ഗ്രൂപ്പാണ് വന്നേക്കുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാർബണിനെ കൗണ്ട് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ട് ചെയ്യേണ്ട, കാരണം പൊസിഷൻ നമ്പർ എടുക്കുന്നില്ലാത്തതുകൊണ്ട്. 2 കാർബൺ അല്ലേ. അപ്പൊ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചോളാം, CHOയിലെ കാർബണിനെയും കൗണ്ട് ചെയ്യണം. ഇതൊക്കെ സംശയം വരുന്ന, അതൊക്കെ കുറിച്ച് വെച്ചോളാം. CHOയിലെ കാർബണിനെയും കൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്ത് വരും? 2 എണ്ണല്ലേ ഉള്ളേ, അപ്പോ എത്ത് അല്ലെ, എഥനാൽ. ഇതാണ് എഥനാൽ. പൊസിഷൻ നമ്പർ വേണ്ട, എഥനാൽ എന്ന് വരും. ഓക്കെ, ഇനി നമുക്കൊരു ഒരെണ്ണോടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ക്ലിയർ ആവും. ആക്ടിവിറ്റി 21 നമുക്ക് 3 എണ്ണാണ് ചെയ്യാനായിട്ടുള്ളത്. ഒരെണ്ണല്ല, ക്വസ്റ്റ്യൻ 1, പക്ഷെ 3 സബ് ഉണ്ട് കേട്ടോ. ഇത് 3 നിങ്ങളൊന്ന് തന്നെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ സാധനം സെറ്റ് ആണ്. ആദ്യം ബ്യൂട്ടനാലിലേക്ക് വരാം. അപ്പൊ അതിനാണ് ഞാൻ ആ ഹൈഡ്രജനെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പറഞ്ഞത്. അതുകൊണ്ടാ. ബ്യൂട്ടനാൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ, 3 കാർബൺ ഉണ്ടാവും. CHOയിലെ കാർബണെ എണ്ണം കൊണ്ട് ഇവിടെ ഒരു CHO വരും അല്ലെ. എന്നിട്ട് ഇവിടെ എന്ത് കൊടുക്കണം? 3 ഹൈഡ്രജൻ. ഇവിടെ എത്ര ഹൈഡ്രജൻ കൊടുക്കണം? 2. ഈ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയായിട്ട് പിള്ളേർ വരയ്ക്കണ്ടേ. ഇപ്പുറത്തെ തന്നെ വരയ്ക്കണം CH. ശരിക്കും ആക്ച്വലി ഇവൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ 3 നമ്മൾ എഴുതുള്ളൂ അല്ലെ. പക്ഷെ ഇവിടെ 3 ഒരു ഹൈഡ്രജൻ ഇവിടെ മാറ്റണ്ടേ. അതാണ് പറഞ്ഞത്, ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ടാണ് ആര് വരുന്നത്? CHO ഗ്രൂപ്പിന്. അപ്പൊ ഇതാണ് ബ്യൂട്ടനാലിന്റെ സ്ട്രക്ചർ കേട്ടോ. CH3, CH2, CH2, CHO. നീ ഇതാരാ? 3 കാർബൺ അല്ലേ ഉള്ളൂ. പ്രൊപ്പനാൽ. ഇതൊക്കെ സിമ്പിൾ ആണ് നെയിം എഴുതാൻ ചോദിച്ചാൽ. പ്രൊപ്പനാൽ. ഇനി പെന്റനാൽ വരുമ്പോ എങ്ങനെയാ? നേരെ അങ്ങ് കൊടുക്കടാ. CH3, CH2, CH2 3ആയി, CH2 4ആയി, ലാസ്റ്റ് CH3 അല്ല, CHO. 1 2 3 4 5 പെന്റനാൽ. ഇങ്ങനെയാണ് നമ്മൾ ഇവർക്ക് നെയിം കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത ഗ്രൂപ്പാണ് പഠിക്കാൻ പോകുന്നത്, 4ാമത്തെ. ഓക്കെ, ഏതായിരുന്നു 4ാമത്തെ ഗ്രൂപ്പ്? തന്ന് റീകോൾ ചെയ്തേ. നമ്മൾ ഓൾറെഡി 3 ഗ്രൂപ്പ് കഴിഞ്ഞു. ഏതൊക്കെ കഴിഞ്ഞു? ഓരോന്നും മനസ്സിലാക്കി പൊക്കോളണം കേട്ടോ. ഇത് ഇട്ടിട്ട് പോവല്ല, ഓരോന്നും ക്ലിയർ ആക്കി മനസ്സിൽ ഉറപ്പിച്ച് വേണം പോകാനായിട്ട് കേട്ടോ. ഇനി അടുത്ത നമ്മൾ പറയുന്നത് കീറ്റോ ഗ്രൂപ്പിനെ കുറിച്ചാണ്. കീറ്റോ ഗ്രൂപ്പ് 4ാമത്തെ, അതിൽ കൊടുത്തിരിക്കുന്ന 4th ഗ്രൂപ്പാണ് കീറ്റോ. കീറ്റോ ഗ്രൂപ്പ്. കീറ്റോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആര് വരുന്ന ഗ്രൂപ്പാണ്? ബ്രാക്കറ്റിൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തോളം.
CO വരുന്ന ഗ്രൂപ്പാണ് കേട്ടാ. ഇതിനപ്പുറം ഇപ്പറയും വരയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പൊ കാർബണിലേക്ക് ഒരു ഓക്സിജൻ വന്നു അല്ലെ, അവിടെ 2 ബോണ്ടായി. ഇനി അപ്പുറം ഇപ്പറയും വേണ്ടേ? വേറെ ആരും ഇല്ലല്ലോ കാർബൺ, ഒരു ഓക്സിജൻ മാത്രമല്ലേ ഉള്ളൂ. ഇനിയിപ്പോ ഓക്സിജന് 2 ബോണ്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി 2 ബോണ്ട് ഉള്ളതുകൊണ്ട് CO ഗ്രൂപ്പ് എന്തായാലും ഇടയ്ക്ക് മാത്രമേ വരുള്ളൂ. ഏതെങ്കിലും ഒരു ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു ആൽക്കെയിനിന്റെ ഇടയ്ക്ക് കയറിയിട്ടാണ് ഏത് വരിക? CO വരിക. ഇതൊക്കെ മനസ്സിലാവുന്ന ഭാഷയിൽ നല്ല സൂപ്പർ ആയിട്ട് നോട്ടിൽ എഴുതി വെച്ചോളാം കേട്ടോ. അപ്പൊ ആദ്യം എഴുതുക, ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതുക കീറ്റോ ഗ്രൂപ്പ്, അതായത് CO ഗ്രൂപ്പിനെയാണ് കീറ്റോ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. കീറ്റോ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. കീറ്റോ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. ഇനി CO ഗ്രൂപ്പ് ഇടയ്ക്ക് മാത്രമാണ് വരുള്ളൂ. അതൊക്കെ എഴുതിക്കൊള്ളണം, നമുക്ക് മനസ്സിലാവാൻ എഴുതണ. CO ഗ്രൂപ്പ് ബിറ്റ്വീൻ, ഇടയിൽ മാത്രമാണ് വരുള്ളൂ. ഇടയിൽ മാത്രമാണ് വരിക. അതായത് ബ്രാഞ്ച് ആയിട്ട് വരില്ല എന്ന് വേണ്ടി നോട്ട് ചെയ്ത് വെച്ചോ കേട്ടാ. ബ്രാഞ്ച് ആയിട്ട് നമ്മൾ കാണില്ല, ഏതിന്റെങ്കിലും ഇടയിലായിരിക്കും നമ്മൾ കാണാം. അപ്പൊ ഏതെങ്കിലും ഒരു ഓർഗാനിക് അല്ലെങ്കിൽ ഒരു ആൽക്കെയിൻ ചെയ്തിട്ട് അതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് എന്ത് ചെയ്യും? ഈ സിയോനെ വയ്ക്കും. അപ്പൊ എങ്ങനെയാണ് ഇവർക്ക് നെയിം കൊടുക്കാന്നുള്ളത്? ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആൽക്കെയിൻ വിത്തൗട്ട് ഇ. ആൽക്കെയിനിന്റെ പേര് ഇ ഇല്ലാണ്ട് എഴുതണം. നെയിമിംഗ് ആട്ടോ ഈ പറയുന്നത്. ആൽക്കെയിന്റെ പേര് ഇ ഇല്ലാണ്ട് എഴുതുക. ഇത് എപ്പോഴും ബോക്സിലാക്കി വെച്ചേക്ക് കേട്ടോ. നെയിമിംഗ് എഴുതുമ്പോൾ മുമ്പത്തെ കേസിലും ബോക്സിലാക്കി വെച്ചേക്ക്. ആൽക്കെയിൻ വിത്തൗട്ട് ഇ എഴുതുക, എന്നിട്ട് ഒരു വര ഇടുക, എന്നിട്ട് ലോവസ്റ്റ് പൊസിഷൻ നമ്പർ കൊടുക്കണം. ലെഫ്റ്റ് നിന്ന് റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കും കേട്ടോ. ലോവസ്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് CO ഗ്രൂപ്പിന്റെ പൊസിഷൻ നമ്പർ, അതേതാണെന്ന് മനസ്സിലായിക്കൊള്ളണം കേട്ടോ. CO ഗ്രൂപ്പിന്റെ ലോവസ്റ്റ് പൊസിഷൻ നമ്പർ എടുക്കണം. എന്നിട്ട് വീണ്ടും ഒരു വര ഇടുക. എന്തെഴുതുക? ഇതിനകത്ത് ചേർക്കേണ്ടത് CO ഗ്രൂപ്പ് വരുമ്പോൾ ONE ആണ് കേട്ടോ ചേർക്കേണ്ടത്. ONE മറക്കരുത് കേട്ടോ. ONE ആണ് ഇതിന്റെ സഫിക്സ് ആയിട്ട് ലാസ്റ്റ് വരിക. നമുക്ക് 1-2 ചെയ്ത് ഇതൊന്ന് ഉറപ്പിക്കാം. അപ്പൊ ഒരു കാര്യം, ഒരു കൺഫ്യൂഷൻ ഇതിനകത്ത് ഉണ്ടാവുന്നേ. ഈ CHO ഗ്രൂപ്പ് വരുമ്പോഴും ഈ CO പോലെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും കേട്ടോ. CHO ഗ്രൂപ്പ് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇവിടെ ഒരു H കൂടെ കൊടുത്തിട്ടുണ്ടാവും. നമ്മളിപ്പോ പഠിച്ചില്ലേ? ഇത് CO ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. ലാസ്റ്റ് ആണ് കിടക്കണമെങ്കിൽ അത് എന്തായിരിക്കും? CHO ആയിരിക്കും. അതാണ് അതൊക്കെ എഴുതിക്കോളാൻ പറഞ്ഞത്. CHO ലാസ്റ്റ് വരും, CO ആണെങ്കിൽ ഇടയ്ക്ക് വരും എന്നുള്ള കാര്യമൊക്കെ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ നോക്കാം കേട്ടോ, ഇതിനെങ്ങനെയാണ് വന്നേക്കുന്നത് നോക്കാം. അപ്പൊ ഈ CO അല്ലെങ്കിൽ ഈ നടുക്ക് കയറി വന്നോണ്ട് ഒരു മിനിമം ഒരു 3 ഉണ്ടെങ്കിൽ ആട്ടോ നമുക്ക് ഇതിനകത്ത് കീറ്റോ ഗ്രൂപ്പ് ആയിട്ട് വരുള്ളൂ കേട്ടോ. മിനിമം ഒരു 3 ഉണ്ടാവും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് ഇങ്ങനെ കിടക്കണോണ്ട് ഇതൊന്നും കണ്ട് പേടിക്കരുത് കേട്ടാ. ഇത് നേരെ നമ്മൾ നേരെ വരച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. ഈ സാധനം തന്നെയാണ് ഇത്. CH3 നേരെ ഒരു വര, ഞാൻ നേരെ പറഞ്ഞേ CO എന്ന് എഴുതാന്ന് പറഞ്ഞേ. CO CH3 ഇതിന് ഇങ്ങനെ എഴുതാന്ന് കൂടെ എഴുതണം കേട്ടോ. അത് വിട്ടുപോയി അല്ലെ? അതും കൂടെ എഴുതണം നമ്മള് കേട്ടോ. ഇതിനെ എങ്ങനെ കൂടി എവിടെയും നോട്ട് ചെയ്താൽ മതി. ഈ COനെ നമുക്ക് എങ്ങനെ കൂടി എഴുതാം? ഓർ C ഡബിൾ ബോണ്ടോ, ഇങ്ങനെ കണ്ടാലും പേടിക്കരുത്. അത് CO തന്നെയാണ്, ചേർത്ത് എഴുതുന്നതാണ്. നമ്മൾ നേരത്തെ എഴുതൂലേ, C എഴുതിട്ട് അപ്പുറം H എഴുതുന്നതിന് പകരം CH3 എഴുതൂലേ, അതേപോലെ C ഡബിൾ ബോണ്ട് ഓനെ ചേർത്ത് എഴുതുന്നതാണ് CO എന്നുള്ളത് കേട്ടോ. ഇനി ഇതിനെങ്ങനെ നെയിം കൊടുക്കുക? ഇവിടെ ശ്രദ്ധിച്ചോ. ഇതിനെങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ കൊടുക്കണം. നമ്പറിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് കൊടുക്കണം, കാരണം ലോവസ്റ്റ് പൊസിഷൻ നമ്പർ ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. 1 2 3 1 2 3 എന്തായിരിക്കും ഇവരുടെ പേര്? പ്രൊപ്പാൻ. എന്നിട്ട് CO വരുന്ന ഏറ്റവും ചെറിയ പൊസിഷൻ നോക്കണം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോയാലും 2, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയാലും 2. അപ്പൊ പ്രൊപ്പാൻ 2. എന്നിട്ട് അതിനകത്തേക്ക് ഒരു ഹൈഫൻ ഇട്ടിട്ട് ONE ചേർക്കണം കേട്ടോ. പ്രൊപ്പാൻ 2 ഓൺ എന്നാണ് ഇവന്റെ പേര് പറയാം. ഇതുപോലെ ഒരെണ്ണം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ 2 ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ പൊസിഷൻ നമ്പർ നോക്കുമ്പോ 1 2 3 4 5. തിരിച്ചാണെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. 1 2 3 4 5. കീറ്റോ ഗ്രൂപ്പ് വന്നേക്കണം എവിടെയാന്ന് നോക്കിയാൽ CO വന്നേക്കുന്നത് ഇടയ്ക്കാണല്ലോ വരുള്ളൂ. ഇവിടെ ഒന്നല്ലെങ്കിൽ 4 വരും, അല്ലെങ്കിൽ 2 വരും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിനകത്ത് മൊത്തം എത്ര കാർബൺ ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അപ്പൊ പെൻഡാൻ എന്ന് വരും. പെൻഡാൻ എത്ര കാർബൺ ഉണ്ട്? 5 എണ്ണം. ഇതിൽ എത്രാമത്തെ, ഏത് പൊസിഷൻ എടുക്കണ്ടേ? ലോവസ്റ്റ് പൊസിഷൻ. അപ്പൊ 4 എടുക്കണോ 2 എടുക്കണോ? ശ്രദ്ധിച്ചോളണം, അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോളണം. ഈ കീറ്റോ വരുമ്പോ ശ്രദ്ധിച്ചോളാം, കീറ്റോ ഗ്രൂപ്പ് വരുമ്പോ. ഇനി പെൻഡാൻ
ടു ഓൺ, പെൻറ്റാൻ ടു ഓൺ എന്ന് വരും. ഇങ്ങനെയാണ് ഇവർക്ക് നമ്മൾ പേര് കൊടുക്കാം കേട്ടോ. പെൻറ്റാൻ ടു ഓൺ. അതുപോലെ താഴത്തെ നോക്കാം. താഴത്തിലേക്ക് വരുമ്പോൾ CH3, CH2, CO, CH3 അല്ലെ. ഇതിൽ നമ്മളൊന്ന് നമ്പർ കൊടുത്ത് നോക്കി. 1 2 3 4. 1 2 3 4. എവിടെയാ നമ്മൾ പൊസിഷൻ കൺസിഡർ ചെയ്യേണ്ടത്? ഇങ്ങോട്ട് പോകുമ്പോൾ CO വരുന്നത് 3ാമത്തെ പൊസിഷനിൽ, താഴേന്ന് വരുമ്പോൾ 2ാമത്തെ പൊസിഷനിൽ. ഏതെടുക്ക? 2ാമത്തെ. അപ്പൊ എന്ത് വരും? ബ്യൂട്ടാൻ. നാലിനല്ലുള്ള ബ്യൂട്ടാൻ 2 ഓൺ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കീറ്റോ ഗ്രൂപ്പ് വരുമ്പോ പേര് കൊടുക്കുക. ഈ കീറ്റോ ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ട്സിനെ കീറ്റോൺ എന്ന് വിളിക്കും കേട്ടോ. അതും കൂടെ മനസ്സിലാക്കുവാണെങ്കിൽ നല്ല. കീറ്റോ ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ട്സിനെ കീറ്റോൺ എന്ന് വിളിക്കും. കീറ്റോ ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ട്സ് ആണ് കീറ്റോൺ. കീറ്റോൺ. ഓക്കെ, ഇനി അടുത്തതാണ് ഹാലോ ഗ്രൂപ്പ്. നമ്മൾ 5th വൺ പഠിക്കാനായിട്ട് പോവാണ്. ഇനി 2 നമുക്ക് ബാക്കിയുള്ളത്. ഒരു ഹാലോയും ഉണ്ട്, അതുപോലെ ലാസ്റ്റ് ആൽക്കോക്സി ഗ്രൂപ്പും ഉണ്ട്. അതിനാണ് ഈതർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. 5th വൺ ആണ് ഹാലോ ഗ്രൂപ്പ്. ഓക്കെ, ഹാലോ ഗ്രൂപ്പിൽ ഞാൻ അവിടെ എക്സ് എന്ന് ഇടാൻ കാരണം ഇവിടെ ഒരാളല്ല വരിക. ഒരാൾ മീൻസ് ഇവിടെ ഒരു 4 പേരിൽ ആര് വേണമെങ്കിലും വരാം. ഓക്കെ, എന്താണ് ഈ ഹാലോ? ഈ ഹാലോ എന്ന് പറഞ്ഞാൽ ഹാലജൻ ആണ്. നമ്മൾ ഈ ഹാലജൻ പഠിച്ചിട്ടില്ലേ? ഗ്രൂപ്പ് നമ്പർ 17. അവരാണ് ഇവിടെ വരിക, എക്സ് ആയിട്ട് വരിക കേട്ടോ. ഹാലജൻ ഗ്രൂപ്പിൽ ഇവിടെ വരുന്നത് ആരൊക്കെ വരാം? എക്സ് ആയിട്ട് ആരൊക്കെ വരാം? ക്ലോറിൻ. ക്ലോറിൻ വേണമെങ്കിൽ വരാം. 17th ഗ്രൂപ്പിലെ ക്ലോറിൻ വരാം. Cl വേണമെങ്കിൽ കാണാം കേട്ടോ. അതും അല്ലെങ്കിൽ ആരെ കാണാം? ഫ്ലൂറിനെ കാണാം. ഫ്ലൂറിൻ കേട്ടാ. ഫ്ലൂറിൻ. ഫ്ലൂറിൻ FLU ആണ് കേട്ടോ. ഫ്ലൂറിൻ. ഫ്ലൂറിൻ. ഓക്കെ, ഇനി അതും അല്ലെങ്കിൽ ബ്രോമിൻ വരാം. ബ്രോമിൻ. BROMIN. സിമ്പിൾ എഴുതുമ്പോ BR എന്ന് എഴുതും. ഇനി അതും അല്ലെങ്കിൽ അയോഡിൻ വരാം. അയോഡിൻ. അയോഡിൻ. അയോഡിൻ ആവുമ്പോ I വരും. ഓക്കെ, ഇനി ഇവര് വന്നു കഴിഞ്ഞാൽ ഇവര് ഇങ്ങനെ വരാന്നറിയോ? ഇവര് വരുന്നത് നമ്മൾ മറ്റേ ആൽക്കൈൽ ഗ്രൂപ്പ് ഇല്ലേ? ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നത് പോലെയാണ് ഹാലോ ഗ്രൂപ്പ് വരിക കേട്ടാ. അപ്പൊ എഴുതിക്കോട്ടോ. ഹാലജൻ വരുന്ന കോമ്പൗണ്ട്സ് ആണ് ആൽക്കൈൽ. ഇങ്ങനെ എഴുതിയാൽ മതി. ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നത് പോലെ, ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നത് പോലെ ബ്രാഞ്ച് ആയിട്ട് മനസ്സിലാവണമല്ലോ, എഴുതിക്കൊള്ളണം കേട്ടോ. ബ്രാഞ്ച് ആയിട്ട് ഹാലജൻ വരാം. ഹാലജൻ വരാം. ഈ ഹാലജൻ ഉള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാലോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് എഴുതണമെന്നില്ല. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് നമ്മൾ നെയിം കൊടുക്കുമ്പോൾ പേരെഴുതുന്നത് ഒരു പ്രത്യേക രീതിക്കാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലോറിൻ ആണ് വരുന്നെങ്കിൽ, ഓക്കെ, ക്ലോറിൻ വന്നാൽ നമ്മൾ അവരുടെ പേര് കൊടുക്കുന്നത്, ക്ലോറിൻ ആണെങ്കിൽ നമ്മൾ പറയാ ക്ലോറോ എന്നാണ് നെയിം ചെയ്യുക. ക്ലോറോ എന്ന് നെയിം പറയും, എന്ന് നെയിം എഴുതും. ക്ലോറിൻ വന്നാൽ നമ്മൾ നെയിം എഴുതുന്നത് എന്തെന്നായിരിക്കും? ക്ലോറോ എന്ന് എഴുതും. അതുപോലെ തന്നെ ഓരോന്നിനും. ബ്രോമിൻ വന്നാൽ ഇങ്ങനെ ഒരു ഫ്രീക്ക് പേരൊക്കെ നമ്മൾ പറയില്ല, അതുപോലെയാണ്. ബ്രോമിൻ വന്നാൽ നമ്മൾ എന്ത് പറയും? ബ്രോമോ. ബ്രോമോ. ഇവരുമാര് പേര് മാറ്റി എന്ന് വിചാരിച്ചാൽ മതി. ഒന്ന് ഫ്രീക്ക് ആവാൻ വേണ്ടിയിട്ട് ഇവന്മാര് പേര് മാറ്റി. അതുപോലെ അയോഡിൻ വന്നാൽ അയോഡോ എന്ന് പറയാം. അയോഡോ. ഫ്ലൂറിൻ വന്നാലോ? ഫ്ലൂറോ. ഇറ്റ് സിമ്പിൾ. ഫ്ലൂറിൻ വന്നാൽ ഫ്ലൂറോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും അവർക്ക് നമ്മൾ നെയിം കൊടുക്കുക. ഇത് ഓർത്തിരുന്നോളൂ കേട്ടോ. അപ്പൊ ആർക്ക് പകരമായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ടായിരിക്കും ആര് വരിക? ഹാലജൻ ഗ്രൂപ്പ് വരിക കേട്ടോ. ഹൈഡ്രജൻ ആറ്റത്തിനെ എതീന്ന് റീപ്ലേസ് ചെയ്യും? ഹൈഡ്രജൻ ആറ്റമിനെ ആൽക്കൈലിൽ നിന്ന് റീപ്ലേസ് ചെയ്തിട്ടായിരിക്കും ഹാലോ ഗ്രൂപ്പ് വരിക കേട്ടോ.
ആൽക്കെയിനിൽ നിന്ന് റീപ്ലേസ് ചെയ്തിട്ട് ഹാലോ ഗ്രൂപ്പ് വരും. ഹാലോ ഗ്രൂപ്പ് വരും. ഇനി ഇവരുടെ നെയിമിംഗ് നമ്മൾ അവിടെ പഠിച്ച പോലെ തന്നെയാണ്. എവിടെ പഠിച്ച പോലെ നമ്മൾ മറ്റേ ആൽക്കൈൽ ഗ്രൂപ്പ് ഇല്ലേ, ആൽക്കൈൽ ഗ്രൂപ്പിന് നെയിം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഹാലോ ഗ്രൂപ്പിന് നെയിം ചെയ്യുക. വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആൽക്കൈൽ ഗ്രൂപ്പിന് നെയിം ചെയ്യുന്ന പോലെ തന്നെയാണ് ഹാലോ ഗ്രൂപ്പിന് നെയിം ചെയ്യാന്ന് അവിടെ എഴുതി വെക്കണം കേട്ടോ. നിങ്ങളുടെ നോട്ടിൽ ഇതെല്ലാം ഉണ്ടാവണം. ആൽക്കൈൽ ഗ്രൂപ്പിന് നെയിം ചെയ്യുന്ന പോലെയാണ് ഹാലോ ഗ്രൂപ്പിന് നെയിം ചെയ്യുക. പോലെ ഹാലോ ഗ്രൂപ്പിന് നെയിം ചെയ്യണം. അതെങ്ങനെയാ നമ്മൾ അവിടെ കൊടുത്ത ഓർമ്മയുണ്ടോ? അതായത് ഒരു ബ്രാഞ്ച് ഉള്ളുവെങ്കിൽ വൺ ബ്രാഞ്ച് അവിടെ ഓൾറെഡി പഠിച്ചാണ് നമ്മൾ. വൺ ബ്രാഞ്ച് ഉള്ളെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം പൊസിഷൻ നമ്പർ എഴുതണം. വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. വേറെ ഒന്നിലും ഇതില്ല. നമ്മൾ ഇതിന് മുന്നേ പഠിച്ച ഫംഗ്ഷൻ ഗ്രൂപ്പിൽ ഒന്നിലും ആദ്യം നമ്മൾ പൊസിഷൻ നമ്പർ എഴുതിയോ? ഒന്നിലും ഇല്ലല്ലോ. ഒന്നല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് കയറ്റി എഴുതും, അല്ലെങ്കിൽ എഴുതൂല. അല്ലെ? ആർക്കൊക്കെ എഴുതൂലാത്ത ഓർമ്മയുണ്ടോ? കാർബോക്സിൽ രണ്ടാമത് പഠിച്ച കാർബോക്സിൽ ഗ്രൂപ്പിനും മൂന്നാമത് പഠിച്ച ആൽഡിഹൈഡിനും എഴുതേ വേണ്ട. ആദ്യം പഠിച്ച OH എന്ത് ചെയ്യണം? ഇടയ്ക്ക് കയറ്റി എഴുതണം ആ ബ്രാഞ്ചിന്റെ നമ്പർ. അതുപോലെ തന്നെ ഇപ്പൊ നാലാമത് പഠിച്ച കീറ്റോണും നമ്മൾ ഇടയ്ക്ക് കയറ്റി എഴുതും. ശരിയല്ലേ? ബ്രാഞ്ച് എഴുതും. അപ്പൊ ഇവിടെ ഫസ്റ്റ് ആണ്, അതാണ് വ്യത്യാസം. അപ്പൊ ആദ്യത്തേതിനും നമ്മൾ നാലാമത് പഠിച്ചതിനും എവിടെ എഴുതുക? ഇടയ്ക്ക് എഴുതണം. ഓക്കെ. ഇനി രണ്ടാമതും മൂന്നാമതും പഠിച്ച സാധനങ്ങൾക്ക് പൊസിഷൻ നമ്പറേ ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ ഓക്കെ, ഏത് ഗ്രൂപ്പിന്? ഹാലോ ഗ്രൂപ്പിന് പൊസിഷൻ നമ്പർ ആദ്യം എഴുതണം. അത് ലോവസ്റ്റ് പൊസിഷൻ നമ്പർ എഴുതണം കേട്ടോ. ലോവസ്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് എഴുതണം. ഓക്കെ. എന്നിട്ട് ഹാലോ ഗ്രൂപ്പിന്റെ നെയിം എഴുതണം. ബ്രോമോ, അയോഡോ, ക്ലോറോ എന്നൊക്കെ പറയില്ലേ? ഹാലോ ഗ്രൂപ്പിന്റെ നെയിം പറയണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? പൊസിഷൻ നമ്പർ കഴിഞ്ഞു, ഹാലോ ഗ്രൂപ്പിന്റെ നെയിം എഴുതി. എന്നിട്ട് ആൽക്കെയിനിന്റെ നെയിം ഫുൾ ആയിട്ട് പറയണം. ആൽക്കെയിൻ മെയിൻ ചെയിൻ നെയിം എന്ന് എഴുതിയാലും മതി കേട്ടാ, തിരിയാൻ വേണ്ടിയിട്ട്. മെയിൻ ചെയിനിന്റെ നെയിം എഴുതിയാലും മതി. ഇനി മൾട്ടിപ്പിൾ ബ്രാഞ്ച് ഉണ്ടെങ്കിലോ നമ്മൾ അവിടെ എന്താ ചെയ്ത്? ആൽക്കൈൽ ഗ്രൂപ്പ് വന്നപ്പോ അതുപോലെ തന്നെയാണ്, വേറെ പുതുതായിട്ടൊന്നുമില്ല. മോർ ദാൻ വൺ ബ്രാഞ്ച്, ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലോവസ്റ്റ് സമ്മുള്ള പൊസിഷൻ നമ്പർ കോമ ഇട്ട് എഴുതണം. അങ്ങനെയല്ലേ അവിടെ എഴുതിയേ? ലോവസ്റ്റ് സം വരുന്ന പൊസിഷൻ നമ്പേഴ്സ് കോമ യൂസ് ചെയ്ത് എഴുതണം. കോമ യൂസ് നിങ്ങൾക്ക് തിരിയണ പോലെ എഴുതിയാൽ മതി കേട്ടോ. കോമ യൂസ് ചെയ്ത് എഴുതണം. ലോവസ്റ്റ് സം വരുന്ന പൊസിഷൻ നമ്പർ നമ്മൾ കോമ യൂസ് ചെയ്ത് എഴുതണം. എന്നിട്ടൊരു ഹൈഫൻ ഇടും നമ്മൾ. എന്നിട്ട് എന്താ എഴുതും? ഇപ്പൊ 2, 3 ആണെങ്കിൽ ഡൈ, അല്ലെ? 2, 3, 4 എന്നൊക്കെ ആണെങ്കിൽ ട്രൈ. 2, 3, 4 എന്നൊക്കെ ആണെങ്കിൽ ടെട്ര. 4 പൊസിഷൻ ഉണ്ടെങ്കിൽ ടെട്ര. എത്ര ബ്രാഞ്ച് ഉണ്ടെന്ന് നോക്കും കേട്ടാ. നമ്പർ ഓഫ് ബ്രാഞ്ച് ആണ്, എത്ര ബ്രാഞ്ച് ഉണ്ടെന്നാണ് ഇവിടെ നോക്കേണ്ടത് കേട്ടാ. നമ്പർ ഓഫ് ബ്രാഞ്ച് അനുസരിച്ച് ഡൈ, ട്രൈ, ടെട്ര. ബാക്കി ആ പറഞ്ഞ പോലെ തന്നെ. ഏതാ? ഹാലോ ഗ്രൂപ്പിന്റെ ഹാലോ ഗ്രൂപ്പ് നെയിം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മെയിൻ ചെയിനിന്റെ നെയിം കൊടുക്കുക. അതൊക്കെ അങ്ങനെ തന്നെ. ഹൈഫൻ ഇവിടെ ഇടണ്ട കേട്ടോ, പ്ലസ് ഇട്ടാൽ മതി. ഇന്ന് ചേർത്ത് എഴുതണ്ടല്ലേ, ഹൈഫൻ വേണ്ട കേട്ടാ. മെയിൻ ചെയിനിന്റെ നെയിം. ഹൈഫൻ വരേണ്ടത് എപ്പോഴും നമ്പറും ആൽഫബറ്റും വരുമ്പോ മാത്രമാണ്. മെയിൻ ചെയിനിന്റെ നെയിം എഴുതാം. ഓക്കെ. അപ്പൊ ലോവസ്റ്റ് സം വരുന്ന പൊസിഷൻ നമ്പർ ഇത് കോമാന്ന് വേണേ എഴുതിക്കോട്ടോ. കോമാന്ന് എഴുതിക്കോ. ഇനി ഇത് തിരിഞ്ഞില്ലെങ്കിൽ, ഇത് എന്താന്ന് പെട്ടെന്ന് തിരിഞ്ഞില്ലെങ്കിൽ കോമ യൂസ് ചെയ്ത് എഴുതാം. കോമ യൂസ് ചെയ്ത് എഴുതണം. എന്നിട്ട് ഹൈഫൻ ഇടണം. ഡൈ, ട്രൈ, ടെട്ര എന്ന് എഴുതണം. ഹാലോ ഗ്രൂപ്പിന്റെ നെയിം, മെയിൻ ചെയിന്റെ നെയിം. നമുക്കൊന്ന് എഴുതാം കേട്ടോ. നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ ചെയ്താലാണ് നമുക്ക് ഇത് ഐഡിയ കിട്ടുള്ളൂ. ഇപ്പൊ ചുമ്മാ എഴുതാന്നുള്ളൂ. എക്സാമ്പിളിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോ അതാണ് ഡ്രൈവിംഗ് പഠിക്കും പോലെയാണ്. ഡ്രൈവിംഗ് നമ്മൾ മാനുവല് നോക്കുന്നതും വണ്ടി ഓടിക്കുന്നതും രണ്ട് ഡിഫറെന്റ് അല്ലേ കേട്ടോ. ഒന്ന് നോക്കാം. ആക്ടിവിറ്റി 24 ഇവിടെ നോക്കി. നമുക്ക് ഇതിനൊന്ന് പേര് കൊടുക്കാം. നോക്കാം കേട്ടോ. അപ്പോ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് നമ്പർ ചെയ്യുക. അവിടെ ചെയ്ത പോലെ 1, 2, 3. ഇത് എണ്ണരുത് കേട്ടോ. അത് ക്ലോറിന്റെ സി ആണ്, എണ്ണാൻ പോരുത്. സീനെ അല്ല നമ്മൾ എണ്ണണത്, കാർബണിനെയാണെന്ന് ബോധം ഉണ്ടാവണം. 1, 2, 3. ഇനി ലോവസ്റ്റ് പൊസിഷൻ നമ്പർ എടുക്കാനാ പറഞ്ഞത്. അപ്പൊ ഇവിടെ 3 ആണ്, ഇവിടെ 1 ആണ്. നമ്മൾ 1 എടുക്കുള്ളൂ കേട്ടോ. 1 ഹൈഫൻ, ഇത് ക്ലോറിനല്ലേ? ക്ലോറോ, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ക്ലോറോ, 3 കാർബൺ അല്ലേ ഉള്ളൂ. പ്രൊപ്പെയിൻ. 1 ക്ലോറോ പ്രൊപ്പെയിൻ.
ഓക്കെ, ഇതിന്റെ നെയിം വരുന്നത് 1-ക്ലോറോ. ഈ 1-ക്ലോറോ-പ്രൊപ്പൈൻ 1 വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കിയാലും പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെ എഴുതി പഠിച്ചോ, അല്ലെങ്കിൽ പിന്നെ അത് ഇടാൻ വിട്ടു ആ ശീലം ഇല്ലെങ്കിൽ കേട്ടാ. ക്ലോറോ-പ്രൊപ്പൈൻ എന്നും പറയാം കേട്ടോ, ഇനി പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിട്ടാ. ഇനി അടുത്തതിൽ 2 ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ഇവിടെ ഒന്ന് സം എടുക്കണം അല്ലെ. 1 2 3 4. തിരിച്ചിങ്ങോട്ട് പോകുമ്പോഴോ 1 2 3 4. ശ്രദ്ധിച്ചോളൂ കേട്ടോ. റൈറ്റിലേക്ക് പോകുമ്പോൾ പൊസിഷൻ നമ്പേഴ്സ് ഏതൊക്കെയാ? 3-ൽ 2 ഉണ്ട്. മേളിലും താഴെ എടുക്കണം, ഏതെങ്കിലും ഓരോ എടുത്താൽ പോരാ. 2 ഉണ്ടെങ്കിൽ 2 തന്നെ എഴുതണം. 3 3 തന്നെ എഴുതണം കേട്ടോ. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ പൊസിഷനിലല്ലേ 2 വരുന്നത് അല്ലെ, മേളിലും താഴെയും 2 2. ഇനി ഇതിനകത്ത് ഒരു മിസ്റ്റേക്ക്, ചിലർ ഇത് 3 2 എന്നൊക്കെ എടുത്തു കളയും. അങ്ങനെയല്ല, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ അത് പൊസിഷൻ നമ്പർ 3 തന്നെയാണ്. താഴെയുള്ള നോക്കരുത് കേട്ടോ. അത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ മാത്രമേ നോക്കാവുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ ഏതാ ചൂസ് ചെയ്യാ? ഇതിൽ ചൂസ് ചെയ്യേണ്ട ലോവസ്റ്റ് സം എന്ന് പറയുന്നത് ഇതാണ് അല്ലെ. അപ്പൊ 2 ഹൈഫൻ നമ്മൾ എന്താ പഠിച്ചേ? 2 ബ്രാഞ്ച് അല്ലേ ഉള്ളത്, ഡൈ ബ്രോമോ ബ്യൂട്ടൈൻ. 2 ഡൈ ബ്രോമോ ബ്യൂട്ടൈൻ. മനസ്സിലാക്കി പൊക്കോളണം കേട്ടാ. ഇനിയുണ്ട് ഒരു 4 ഉണ്ട് നമുക്കിത് പഠിക്കാൻ. ഓക്കെ, ഇതാ പഠിച്ചോ. 4 3. അടുത്ത് നോക്കി, 2,3 ഡൈക്ലോറോ ബ്യൂട്ടൈൻ. ഇതെങ്ങനെയായിരിക്കും നമ്മൾ നെയിം കൊടുക്കുക? അപ്പൊ ബ്യൂട്ടൈൻ ആണ്, നമ്മൾ പേരന്റ് ആണ്. എപ്പോഴും സ്ട്രക്ചർ വരയ്ക്കാൻ, നെയിം അല്ല സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിച്ചാൽ നമ്മൾ പേരന്റിനെയാണ് നോക്കേണ്ടത്. ബ്യൂട്ടൈൻ ആണല്ലോ, 4 കാർബൺ നിരത്തി പിടിച്ച് അങ്ങ് കൊടുക്കാം. 1 2 3 4, 4 കാർബൺ. ഇനി 2-ലും 3-ലും അല്ലേ ക്ലോറിൻ വന്നേക്കുന്നേ? 2-ലും 3-ലും നമ്മൾ പൊസിഷൻ നമ്പർ കൊടുക്കുമ്പോൾ 1 2 3 4 തിരിച്ചു കൊടുക്കേണ്ട, കാരണം നമ്മളാണല്ലോ തീരുമാനിക്കുന്നത്. നമുക്ക് ഈ ഡയറക്ഷനിൽ തീരുമാനിക്കാം കേട്ടോ. അപ്പൊ 2-ലും 3-ലും കൊടുക്കണ്ടേ? 2-ലും 3-ലും കൊടുക്കണം. അപ്പൊ ഇവിടെ ഒരെണ്ണം കൊടുക്കണം, 2-ലും ഒരെണ്ണം കൊടുക്കണം, 3-ലും ഒരെണ്ണം. ഇത് മേളിലോ താഴെ കൊടുക്കുക, അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ മേളിൽ, ഇങ്ങോട്ട് വരുമ്പോൾ താഴെ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. അതങ്ങനെയല്ല, മേളിലോ താഴെ എവിടെ വേണമെങ്കിലും ബ്രാഞ്ച് ആയിട്ട് വരാം. നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യണം അത് കേട്ടോ, അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും. ഓക്കെ, ഇനി അവിടെ എന്ത് വരും? ആരാ പറഞ്ഞ? ക്ലോറിൻ അല്ലേ, ഒരു സീല കൊടുക്കുക. ബാക്കി അങ്ങ് ഹൈഡ്രജൻ അങ്ങ് കൊടുക്കുക. ഇവിടെ എത്ര ഹൈഡ്രജൻ വേണം? 3 ഹൈഡ്രജൻ. ഇവിടെ എത്ര ഹൈഡ്രജൻ വേണം? 1 മതി. ഇവിടെ എത്ര വേണം? 1 മതി, കാരണം 3 ബോണ്ട് ഉണ്ടല്ലോ ഇവിടെ. എത്ര വേണം? ഇതാണ് അതിന്റെ സ്ട്രക്ചർ. 2 3, രണ്ടാമത്തെ പൊസിഷനിലും 3-ാമത്തെ പൊസിഷനിലും 2 ക്ലോറിനുള്ള ഡൈക്ലോറോ ബ്യൂട്ടൈൻ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തേക്ക് വരാം. ഇതൊക്കെ എളുപ്പമാണ്. ഇതേതാ? 1-ഫ്ലൂറോ-പ്രൊപ്പൈൻ അല്ലെ. 1-ഫ്ലൂറോ-പ്രൊപ്പൈൻ അല്ലെങ്കിൽ ഫ്ലൂറോ-പ്രൊപ്പൈൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ലാസ്റ്റ് വൺ നോക്കി, 3 4 5 അല്ലെ. 1 അയോഡോ ആണ്, അയോഡിൻ അല്ലേ. 1 അയോഡോ പെന്റൈൻ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഹാലോ ഗ്രൂപ്പിന് പേര് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലെ ലാസ്റ്റ് ഗ്രൂപ്പിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പിൽ വരുന്ന ലാസ്റ്റ് ഗ്രൂപ്പാണ് ആൽക്കോക്സി ഗ്രൂപ്പ്. ഓക്കെ, ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ O വരുന്നതാണ് കേട്ടോ. അപ്പൊ ഈ O വരുന്ന ഗ്രൂപ്പിനെയാണ്, O ഉള്ള ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആൽക്കോക്സി ഗ്രൂപ്പ്. ആൽക്കോക്സി ഗ്രൂപ്പ്. ഈ O ഉള്ള കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഈഥർ. ഈ O ഉള്ള കോമ്പൗണ്ട്സ് ആണ് ഈഥർ. കോമ്പൗണ്ട്സ് ആണ് ഈഥർ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതും ഇടയിലാണ് വരുള്ളൂ കേട്ടോ. ഇടയിലാണ് ഉണ്ടാവുക എന്ന് പ്രത്യേകം നോട്ട് ചെയ്തു. ബിറ്റ്വീൻ ആണ് ഈ ഗ്രൂപ്പ് വരുള്ളൂ. ഇടയിലാണ് ഗ്രൂപ്പ് വരിക. അത് എന്തുകൊണ്ടായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സിമ്പിൾ ആണ്. അതായത് ഓക്സിജന് 2 ബോണ്ടാണല്ലോ ഉള്ളേ അല്ലെ. ഓക്സിജൻ ഓൾറെഡി 2 ബോണ്ട് അപ്പറേ വേണം ഇപ്പറേം വേണം. അപ്പൊ ഒരു ബോണ്ട് പോരല്ലോ, ഇവിടെ ഒരെണ്ണം ഇപ്പറേം വേണം. ഓക്കെ, വെരി സിമ്പിൾ. അപ്പോ O ഉള്ള കോമ്പൗണ്ട്സ് ആണ് ഈഥർ. ഇവരെ വിളിക്കുന്നത് ഈഥർ എന്നാണ്. ഈ ഗ്രൂപ്പിനെ ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയാം. ആൽക്കോക്സി ഗ്രൂപ്പ് കേട്ടോ. ഇനി ഇവരുടെ നെയിമിങ്ങും വളരെ സിമ്പിൾ ആണ് ഇവരുടെ നെയിമിങ്. കാരണം ഇവിടെയും നമുക്ക് പൊസിഷൻ നമ്പർ ആവശ്യമില്ല. ഇടയിലാന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും പൊസിഷൻ വേണം. ഇവിടെ പൊസിഷൻ വേണ്ട, പൊസിഷൻ നമ്പർ ആവശ്യമില്ല. ഇടയിലാണെങ്കിൽ ഇവിടെ പൊസിഷൻ നമ്പർ ആവശ്യമില്ല. കാരണം ഇവരുടെ പേര് കൊടുക്കുന്ന അങ്ങനെയല്ല കേട്ടോ. പൊസിഷൻ നമ്പർ വെച്ചിട്ടല്ല ഇവരുടെ പേര് കൊടുക്കുക. നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓയുടെ ലെഫ്റ്റിലുള്ളത് ഒരു ഗ്രൂപ്പും റൈറ്റിലുള്ളത് വേറൊരു ഗ്രൂപ്പായിട്ട് എടുക്കും. അതൊക്കെ മനസ്സിലാവണമല്ലോ, എഴുതിക്കോ. ഓയുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് 2 ഗ്രൂപ്പായിട്ട് എടുക്കും. 2 ഗ്രൂപ്പായി എടുക്കും. ഇതൊക്കെ തിരിയണ പോലെ എഴുതിക്കൊള്ളണം കേട്ടാ. 2 ഗ്രൂപ്പായി എടുത്തിട്ട് ഓയുടെ ലെഫ്റ്റിലുള്ള ഗ്രൂപ്പും റൈറ്റിലുള്ള ഗ്രൂപ്പ്, അതില് സ്മോൾ ഗ്രൂപ്പിന്റെ പേര് ആദ്യം എഴുതും.
സ്മോൾ ഗ്രൂപ്പിന്റെ വേർഡ് റൂട്ട് മാത്രം എഴുതും. സ്മോൾ ഗ്രൂപ്പിന്റെ വേർഡ് റൂട്ട് എഴുതും. എന്ന് വെച്ചാൽ എന്താ? മെത്ത്, എത്ത്, പ്രൊപ്പ് എന്ന് എഴുതുന്നതിനാണ് ഈ വേർഡ് റൂട്ട് എന്ന് പറയുന്നത്. മെത്ത്, എത്ത്, എക്സെട്ര ഇങ്ങനെ എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഹൈഫൻ ഇടും. അല്ലെ, ഹൈഫൻ വേണ്ട, സോറി, ഹൈഫൻ അല്ല. എന്നിട്ട് അതിലേക്ക് ഓക്സി എന്ന് എഴുതും. ഓക്സി എന്ന് ചേർക്കും. മെത്ത് ആണെങ്കിൽ മെത്തോക്സി, സ്മോൾ ഗ്രൂപ്പ് ഓക്സി, ചെറുത് ഓക്സി. എന്നിട്ട് എന്ത് ചെയ്യും? ലാർജ് ഗ്രൂപ്പിന്റെ ഫുൾ നെയിം എഴുതും. ശ്രദ്ധിച്ചോളൂണ്ടാ, ലാർജ് ഗ്രൂപ്പിന്റെ വേർഡ് റൂട്ട് അല്ല എഴുതുക, ഫുൾ നെയിം. ആൽക്കോക്സി ആൽക്കെയിൻ എന്ന് ഓർത്താൽ മതി. ആൽക്ക് ഓക്സി ആൽക്കെയിൻ എന്ന് പറയും പോലെ, മെത്തോക്സി മീതെയിൻ എന്ന് പറയണ പോലെ കേട്ടോ. പ്രൊപ്പോക്സി പെൻഡെയിൻ എന്ന് പറയണ പോലെ. ചെറിയ ഗ്രൂപ്പ് ഓക്സി വലുത്, ചെറുത് ഓക്സി വലുത് കേട്ടോ, ചെറുത് ഓക്സി വലുത്. വിട്ടുപോരുത് കേട്ടോ, എങ്ങനെ വേണേലും ഓർത്തിരിക്കാം. ഇനി അടുത്ത് നമുക്ക് ഇതിനകത്ത് കുറച്ച് എക്സാമ്പിൾ ചെയ്യാം, എന്നാലാണ് ഇത് തിരിയുള്ളൂ. ഓക്കെ, ഈ മൂന്നെണ്ണോടെയാണ് നമുക്ക് ഈ കോൺസെപ്റ്റില് ബാക്കിയുള്ളത്. എന്തായിരിക്കും എന്റെ പേര് നോക്കി. നമ്മൾ ഇതിനെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കണ്ടേ? ലെഫ്റ്റിലുള്ളത് ഒരു ഗ്രൂപ്പ്. ഈ ഓക്സി വന്നാൽ സിമ്പിൾ ആയിട്ട്, ഈ ആൽക്കോക്സി ഗ്രൂപ്പ് വന്ന എളുപ്പമാണ്. ലെഫ്റ്റിലുള്ള ഒരു ഗ്രൂപ്പ്, റൈറ്റിലുള്ള വേറൊരു ഗ്രൂപ്പ്. ഓക്കെ, എങ്ങനെ വരും ഇവരുടെ പേര് ഒന്ന് നോക്കിക്കോ. മെത്തല്ലേ ലെഫ്റ്റിലുള്ള, ചെറുതായി നോക്കണ്ട, രണ്ടും ഒരേപോലത്തെ അല്ലേ. അപ്പൊ മെത്ത് ഓക്സി മീതെയിൻ ഫുൾ ആയിട്ട് എഴുതണം, മെത്തോക്സി മീതെയിൻ. ഇനി അതുപോലെ ഇവിടെ ഓക്സിജന്റെ ലെഫ്റ്റിലുള്ള ഗ്രൂപ്പ് ഇതല്ലേ, ഇത് വലിയ ഗ്രൂപ്പ് അല്ലേ, അല്ലെ? ഇതാണ് ഓക്സിജന്റെ ലെഫ്റ്റിലുള്ള ഗ്രൂപ്പ്. ഓക്സിജന്റെ റൈറ്റിലുള്ള ഗ്രൂപ്പ് ചെറുതാണ്. അപ്പൊ ചെറുതിന്റെ പേരാണ് ആദ്യം. എപ്പോഴും ചെറുതിനാണ് പരിഗണന, എപ്പോഴും നമ്മൾ നെയിം കൊടുക്കും, ശരിയല്ലേ? ലോവസ്റ്റ് പൊസിഷൻ നമ്പർ, ലോവസ്റ്റ് സം, ലോവസ്റ്റ് ഗ്രൂപ്പ്, എപ്പോഴും ചെറുതിനാണല്ലോ പരിഗണന. അപ്പൊ മെത്ത് ഓക്സി. ഇനി വലുതാരാ? എത്ത്, മെത്ത്, പ്രൊപ്പോ. ഫുൾ നെയിം എഴുതണം, പ്രൊപ്പൈൻ. അതുപോലെ നമ്മളോട് ഓർമ്മ ഉണ്ടാക്കാൻ പറഞ്ഞത് ഏതാ? ഇതോക്സി പ്രൊപ്പൈൻ നമുക്ക് അങ്ങ് ഉണ്ടാക്കാം. എന്ത് വരും? ഇവിടെ ഒരു സി വരും അല്ലെ, ഒരെണ്ണം പോരെ? അല്ല, രണ്ടെണ്ണം വേണ്ട, എത്തല്ലേ, രണ്ടെണ്ണം വേണം. എന്നിട്ടൊരു ഓ കൊടുക്കണം, എന്നിട്ടൊരു മൂന്നെണ്ണം അപ്പുറം കൊടുക്കും. ഇത് തിരിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം ഈ മൂന്നെണ്ണം ഇപ്പുറം വന്നാലും നമ്മൾ പേര് എഴുതുമ്പോൾ ചെറുതിന്റെ പേര് ആദ്യം പറയുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. CH3, CH2, 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 CH3. ഇതാണ് ഇതോക്സി പ്രൊപ്പൈൻ എന്ന് പറയുന്നത്. ഇവിടെ രണ്ട്, സ്മോൾ ഗ്രൂപ്പിൽ രണ്ടെണ്ണം, വലിയ ഗ്രൂപ്പിൽ മൂന്നെണ്ണം. ഇതോക്സി പ്രൊപ്പൈൻ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്ന ഓർഗാനിക് കോമ്പൗണ്ടിന് നെയിം ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരോമാറ്റിക് കോമ്പൗണ്ട്സിനെ കുറിച്ചാണ്. ഇത്രയും ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ശ്രദ്ധിച്ച് നന്നായി മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇത് ഓരോന്നും മനസ്സിലാക്കി പഠിക്കും, ഇത് ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇത് എവിടെയാണ് വരുന്നത്, അതൊക്കെയാണ് ഇതിനകത്ത് പഠിക്കേണ്ടത്. എന്നിട്ട് ഇത് എവിടെ വരും, നെയിം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിന് ഓരോന്നും നമ്മൾ ഓരോന്നും പറഞ്ഞേ. ഒന്ന് പെട്ടെന്ന് വേണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണെങ്കിൽ എവിടെയാ വരാ? ലാസ്റ്റ് വേണമെങ്കിൽ വരാം, ബ്രാഞ്ച് ആയിട്ട് വരാം. നെയിം എഴുതുമ്പോൾ പൊസിഷൻ നമ്പർ ഇടയ്ക്ക് എഴുതണം. പെൻഡാൻ 2-ol, പ്രൊപ്പാൻ 3-ol. കാർബോക്സിൽ ഗ്രൂപ്പ് ആണെങ്കിൽ ലാസ്റ്റ് മാത്രമേ വരുള്ളൂ, അതുകൊണ്ട് പൊസിഷൻ നമ്പർ വേണ്ട, ഓയിക് ആസിഡ് എന്ന് ചേർത്താൽ മതി. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെങ്കിലും ലാസ്റ്റ് മാത്രമേ കാണുള്ളൂ, അതുകൊണ്ട് പൊസിഷൻ നമ്പർ വേണ്ട, AL, എത്തനാൽ, ബ്യൂട്ടനാൽ, AL ചേർത്താൽ മതി. കീറ്റോ ഗ്രൂപ്പ് ആണെങ്കിൽ ഇടയിലായിരിക്കും വരിക, പൊസിഷൻ നമ്പർ എന്തായാലും കൊടുക്കണം കേട്ടോ. പ്രൊപ്പാൻ 2-on, ഓക്കെ, ഹെക്സാൻ 3-on, അങ്ങനെ പറയണ പോലെ പൊസിഷൻ നമ്പർ വേണം കൊടുക്കാനായിട്ട്. ഇനി അടുത്ത ഹാലോ ഗ്രൂപ്പ് ആണെങ്കിൽ എങ്ങനെ വരാം? ആൽക്കൈൽ ഗ്രൂപ്പുകൾ വരുന്ന പോലെ ബ്രാഞ്ച് ആയിട്ടായിരിക്കും ഇവർ വരിക. അല്ലെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലാസ്റ്റും വരാം കേട്ടോ. ബ്രാഞ്ച് ആയിട്ടും വരാം, ലാസ്റ്റും വരാം. അതും വേണമെങ്കിൽ നോട്ട് ചെയ്ത് അവിടെ നിന്ന് കുറിച്ച് വെക്കുകയാണെങ്കിൽ നല്ല. ഹാലോ ഗ്രൂപ്പ് ആണെങ്കിൽ ലാസ്റ്റ് വേണേ വരാം, നമ്മൾ കണ്ടല്ലോ, ലാസ്റ്റ് വരുന്നതും കണ്ടല്ലോ. അപ്പൊ ബ്രാഞ്ച് ആയിട്ടും വരാം. അപ്പൊ എന്ത് വരും? ഹാലോ പ്രൊപ്പൈൻ അല്ലെ, ക്ലോറോ ബ്യൂട്ടൈൻ, അയോഡോ പെൻഡൈൻ. ഇനി ബ്രാഞ്ച് ആയിട്ടാ വരുന്നെങ്കിൽ 3 ബ്രോമോ പെൻഡൈൻ അങ്ങനെയൊക്കെ വരും. ഇനി മൾട്ടിപ്പിൾ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ 3 ഡൈ ബ്രോമോ പെൻഡൈൻ അങ്ങനെ വരും കേട്ടോ. ഇനി ഈതറിലേക്ക് വരുമ്പോഴോ, ഈതറും ഇടയിലാണ് വരിക. ആൽക്കോക്സി എന്നാണ് ഗ്രൂപ്പിന്റെ പേര്. ഗ്രൂപ്പുള്ള കോമ്പൗണ്ടിനെ നമുക്ക് ഈതർ എന്ന് വിളിക്കാം കേട്ടോ. ഇതും ഇടയിലാണ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഇവരുടെ പക്ഷെ ഇടയിൽ വരുവാണെങ്കിൽ നമുക്ക് ഇവരുടെ ഒരു പ്രത്യേകത, ഇവർക്ക് നമ്മൾ പൊസിഷൻ നമ്പർ കൊടുക്കണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ചെറിയ ഗ്രൂപ്പ് ഓക്സി, വലിയ ഗ്രൂപ്പിന്റെ ഫുൾ നെയിം എഴുതി വെച്ചാൽ മതി. അപ്പൊ പൊസിഷൻ നമ്പർ കൊടുക്കേണ്ടത് എത്രണ്ണം ഉണ്ട്? 2 എണ്ണം. ഏതിനൊക്കെയായിരുന്നു? ഇതിനുമാണ് നമ്മൾ പൊസിഷൻ നമ്പർ കൊടുക്കേണ്ടത്. ലാസ്റ്റ് വരുന്ന പൊസിഷൻ നമ്പർ കൊടുക്കേണ്ടാത്ത ആരൊക്കെ? അത് ഇവർക്ക് പൊസിഷൻ നമ്പർ വേണ്ട, ഇവർക്ക് പൊസിഷൻ നമ്പർ വേണ്ട, ഇവരും അതെ. ഹാലോയ്ക്കും പൊസിഷൻ നമ്പർ വേണം കേട്ടോ, ഹാലോയ്ക്ക് വേണം, ഈതറിന് വേണ്ട. ഓക്കെ, 3 പേർക്കാണ് പൊസിഷൻ നമ്പർ വേണ്ട. ഹൈഡ്രോക്സിലിനും കീറ്റോയ്ക്കും ഹാലോയ്ക്കും. പൊസിഷൻ നമ്പർ വേണ്ടാത്ത കാർബോക്സിലും ആൽഡിഹൈഡും ഈതർ. ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചോളാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരും. ഓക്കെ, താങ്ക് യു.